യു എയിൽ വന്നിട്ട് കാണാത്ത സ്ഥലങ്ങൾ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഹസ്ബൻഡ് ഈ ഒരു ഹിഡൻ ജെമ്മ് നമുക്ക് കണ്ടുപിടിച്ച് തന്നത്. ഓൺലൈൻ വഴിയാണ് നമ്മൾ തപ്പിയെടുത്തത്. ഇങ്ങനൊരു സ്ഥലം തുടങ്ങിയിട്ട് 6 വർഷമായെങ്കിലും നമ്മളിതറിഞ്ഞത് ഇപ്പോഴാണ്. ഈ സ്ഥലം എന്നെ അത്ഭുതപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ യു എയിൽ കാണുന്ന സർവ്വ മരങ്ങളും ഇവിടെ നിന്നാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വളർത്തിയെടുത്ത് കൊണ്ടുപോകുന്നത്. ഓരോ വിത്തും ഇട്ട് അതിനെ മുളപ്പിച്ച് അതിന് വേണ്ട വളങ്ങളൊക്കെ കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കി ഓരോ പ്രോപ്പർട്ടീസ് വരുമ്പോൾ അങ്ങോട്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പരിപാടി. ഇവിടെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ഉള്ളിൽ മുഴുവൻ ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. പക്ഷെ മരങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കഫേ ഉണ്ട് അവിടെ. കുട്ടികൾക്ക് കളിക്കാനും ഇഷ്ടംപോലെ പാത്ത് വേസ് നടക്കാനുള്ള ഏരിയാസ് നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. അവർ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് സ്ഥലവും ചുറ്റി കാണിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഈ ലേഡിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരാണ് നമ്മളെ ഗൈഡായിട്ട് വന്നത്. അപ്പം നമ്മൾ ഈ വണ്ടിയിൽ എല്ലാ സ്ഥലവും ചുറ്റി ഈ കാണുന്ന മരങ്ങളെല്ലാം ഓരോ പ്രോപ്പർട്ടീസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. എത്രങ്ങാണ്ട് സ്പീഷീസുള്ള മരങ്ങളുണ്ട്. ഈ ഒരു സ്ഥലത്താണ് അവർ സാപ്ലിങ്സിന് വെക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം വിസിറ്റേഴ്സ് വന്ന് വിത്ത് അത് ലാസ്റ്റ് ഞാൻ കാണിച്ചൊരു വർക്ക്ഷോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു. മൊത്തത്തിൽ നമ്മൾ പോയതിനൊരു മുതലായി എന്ന് പറയാം. ഇവിടെ ഫ്രീ ആണ് എൻട്രി, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ കാണിക്കുന്നതും അവർ ഗൈഡ് ചെയ്യുന്നതും നമുക്ക് വർക്ക്ഷോപ്പ് തന്നതൊക്കെ ഫ്രീ ആയിട്ടാണ്. വലിയ വലിയ മരങ്ങളെല്ലാം ഫോറിൻ കൺട്രീസിൽ നിന്ന് ഷിപ്പ് വഴി കണ്ടെയ്നേഴ്സ് വഴിയാണ് ഇവിടെ എത്തിക്കുന്നത്. മെയിനായിട്ട് മരങ്ങളൊക്കെ വരുന്നത് മലേഷ്യ ഭാഗത്തു നിന്നാണ്. ആഫ്രിക്ക, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അവിടെ നിന്നൊക്കെ മരങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക്ഷോപ്പാണ് കേട്ടോ. ഈ ട്രിപ്പിൻ്റെ അവസാനം നമുക്കൊരു വർക്ക്ഷോപ്പ് തരും. ആ വർക്ക്ഷോപ്പിൽ നമുക്ക് 2 വിത്ത് നടാൻ തരും. അതിൻ്റെ ടൂൾസ് എല്ലാം അവരോട് വെച്ചിട്ടുണ്ടാവും. നമുക്ക് എടുത്ത ആവശ്യത്തിന് നടാം. അപ്പോൾ അത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് ടാഗ് ചെയ്തിട്ട് അവർ അത് കൊണ്ടുപോയി ഒരു ഗ്രീൻ ഹൗസ് ഇങ്ങനെ സാപ്ലിങ്സ് വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. അത് വളർന്ന് വലുതാവുമ്പോൾ നമുക്കതിൻ്റെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഒക്കെ നമുക്ക് വിളിച്ചന്വേഷിക്കാം. അത് ആ ടാഗിൻ്റെ ബാക്കിൽ ആ ചെടിയുടെ നമ്പർ എഴുതിയിട്ടുണ്ടോ, ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ അവർ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരും. അത് എങ്ങോട്ടാണ് വളർന്നതിന് ശേഷം കൊണ്ടുപോയത്, അത് നമുക്ക് ഭാവിയിൽ പോയി കാണാം. നമ്മൾ നട്ട മരമാണെന്നുള്ളത് കണ്ട് സന്തോഷിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. നല്ലൊരു പ്ലേസാണ്. ഷജർ എന്നാണ് പേര്. പിന്നെ ഒരു കാര്യം കൂടി, ലാസ്റ്റിൽ നമുക്ക് അവരൊരു ബുക്ക് മാർക്ക് തന്നിരുന്നു. ആ ബുക്ക് മാർക്കിൽ വിത്ത് വെച്ചിട്ടുണ്ട്. ബയോഡിഗ്രേഡബിൾ ആണ്. അത് അങ്ങനെ തന്നെ സോയിലിൽ കൊണ്ടുവന്നിട്ട് അത് അലിഞ്ഞു പോയിട്ട് ഈ വിത്ത് ചെടിയായി വരും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളത് പരീക്ഷിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നല്ലൊരു പ്ലേസാണ് കേട്ടോ. പോയി വിസിറ്റ് ചെയ്യാൻ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. മുതലായ ഒരു ട്രാവലാണത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്ത് റൂമിലോട്ട് പോയി. Bye.